ഹലോ ഗൈസ്, എന്തുകൊണ്ട് വിശേഷം? ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തയ്യാറെടുപ്പ്. കിച്ചു സ്കൂളിൽ നിന്ന് വരാനല്ല അവളെ വിളിക്കാൻ പോകാൻ ടൈമായി. അപ്പം ഞാൻ അതിന് മുന്നേ കഴിക്കാനായിട്ട് കുറച്ച് ഉണ്ണിയപ്പം ചെയ്ത് വെച്ചിട്ട് പോയാലോ എന്നിങ്ങനെ ചിന്തിച്ചു. ആക്ച്വലി ഒരു ഫ്രൈഡേ എങ്ങാണ്ട് ഞാൻ കുറച്ച് പഴം വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചേ, നമ്മൾ ഫ്രൈഡേ വൈകിട്ട് കൊല്ലത്ത് പോയി. അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേന് നമ്മുടെ പഴമൊക്കെ അങ്ങോട്ട് പഴുത്ത് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ആ കുറച്ച് പഴമൊക്കെ എടുത്ത് പിന്നെ ഗോതമ്പൊടിയിൽ ഒന്നിങ്ങനെ മിക്സിയിൽ കറക്കിയെടുത്ത് കുറച്ച് ശർക്കരപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാം. കുറച്ചും കൂടെ ലൂസ് ആവണമായിരുന്നു തോന്നുന്നു. എന്നിട്ട് വെള്ളം ഒഴിക്കാൻ മതി. അപ്പൊ എന്റെ വീട്ടിലൊക്കെ കുഞ്ഞിലെ ഈ പാമ്പിനെയോ അല്ലെങ്കിൽ ചേര അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീട്ടിൽ വരുമോ നമ്മൾ കാണുമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു നേർച്ചയുണ്ട്. നമ്മൾ ഗീവർഗീസ് പുണ്യാളിന് നെയ്യപ്പം എന്നാ പറയുന്നത്. നെയ്യപ്പം ചെയ്തിട്ട് അത് ചെറുതും വലുതുമായ പല സൈസിൽ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയി പുണ്യാളിന്റെ ഒരു രൂപമുണ്ട്, അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ആളുകൾക്ക് കൊടുക്കും. കുട്ടികൾക്കും മരുമകൾക്കും മൂന്നോർക്കും ഒക്കെ ഒരു നേർച്ച പോലെ അതിങ്ങനെ വിതരണം ചെയ്യും. അപ്പൊ അന്ന് അതിനെ നമ്മൾ ഉണ്ണിയപ്പം എന്നല്ല നെയ്യപ്പം എന്നാ പറയുന്നത്. ബൈ ദ വേ, ഇത് നമ്മളെ ഗീവർഗീസ് പുണ്യാളിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കണ എന്തിനാന്ന് വെച്ചാൽ പണ്ട് ഒരു സ്റ്റോറി ഉണ്ട് അതിന്റെ പിന്നിൽ. പണ്ട് ഒരു നാട്ടില് ഒരു ഡ്രാഗൺ പോലത്തെ ഒരു സാധനം, അതായത് നമ്മുടെ വ്യാളി എന്നൊക്കെ പറയത്തില്ല, തീ തുപ്പുന്ന ഡ്രാഗൺ. അപ്പൊ ഇങ്ങനൊരു സംഭവം ഒരു നാട്ടില് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ആളുകളെ പിടിച്ച് തിന്നും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേനും പുള്ളി രാത്രി ഇത് കണക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഈ ഒരു ക്രീച്ചറിനെ കുന്തപ്പുണ്ട് പുള്ളിയുടെ കയ്യിലൊരു പുള്ളിയുടെ ഒരു ആയുധം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്രീച്ചർ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു വാസ്തവം. മിത്തും റിയാലിറ്റിയും തമ്മിൽ നമുക്ക് കൂട്ടിക്കുഴയ്ക്കണ്ട. അപ്പൊ അതാണ് നമ്മുടെ അവിടുത്തെ ആ ഒരു നെയ്യപ്പ പെരുന്നാളിന്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്നൊക്കെ നമുക്ക് വേണേൽ പറയാൻ. അപ്പൊ അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള സാധനത്തിൽ നമ്മൾ വിളിക്കുന്നത് നെയ്യപ്പം എന്നാണ്. ഇതിപ്പോ ഉണ്ണിയപ്പമാണ് കേട്ടോ. പിന്നെ അന്ന് ആ നെയ്യപ്പം എന്ന് പറയുന്ന സാധനം നമ്മൾ വീട്ടിൽ അരിമാവിലാണ് ചെയ്യാറുള്ളത്. കുറച്ചുകൂടെ ക്രിസ്പി ആയിരിക്കും, നമ്മൾ കടിക്കുമ്പോൾ അത്ര സോഫ്റ്റ് അല്ല. പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ ഗോതമ്പ് മാവിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ഒട്ടും ക്രിസ്പി അല്ല. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അധികം ഞാൻ ചെയ്തിടത്തില്ല, കാരണം കിച്ചു കഴിച്ചതിൻ്റെ ബാക്കി ഇരുന്ന് ഞാൻ തന്നെ കഴിക്കും. ആദ്യമൊക്കെ ഞാൻ ഉണ്ണിയപ്പം ചെയ്യുമ്പോൾ ഈ ഒരു പാൻ എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴിയുണ്ടല്ലോ, ഞാൻ മറ്റേ സാധാരണ അപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തായിരുന്നു ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ പലതരത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ മമ്മി ഇങ്ങനെ ഉണ്ണിയപ്പം ചെയ്ത് കൊടുത്ത് അപ്പോഴാണ് അവൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് മനസ്സിലാവുന്നത്. അപ്പോൾ അവൾ എൻ്റെ മമ്മിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മമ്മ ചെയ്യും പക്ഷെ ഇങ്ങനൊന്നും അല്ലാതിരിക്കുന്നെന്ന്. അങ്ങനെ മമ്മി അന്ന് എനിക്ക് ഈ പാൻ തന്നു ഇട്ട്, മമ്മി വേറെ വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി സമയമായി, നമുക്ക് കിച്ചൂസിനെ വിളിക്കാൻ പോവാം. ക്യാരറ്റ് വേണോ? ഇഷ്ടപ്പെട്ടോ? കഴിച്ചേ പറ്റൂ. ബൈ ഗായ്സ്.